കെ സജീഷിലേക്ക്. സജീഷ്, ഇപ്പോൾ പേരാവൂരിലേക്ക് ശൈലജ എത്തുമ്പോൾ സണ്ണി ജോസഫ് ശൈലജ രണ്ടാം പോരാട്ടമാണ്. NCPയിൽ നിന്നാണ് നേരത്തെ മണ്ഡലം CPM ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത മത്സരത്തിലാണ് KK ശൈലജ വിജയിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് സണ്ണി ജോസഫ് തുടർച്ചയായ 4 തവണയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. കഴിഞ്ഞ തവണ തുടർഭരണത്തിന്റെ സാഹചര്യത്തിലും പേരാവൂർ പിടിക്കാനായിട്ടില്ല എന്നൊരു കാര്യം കൂടി നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും ശക്തമായ പോരാട്ടത്തിലല്ലേ ഇപ്പോൾ പേരാവൂർ വേദിയാവുക സജീഷ്? സ്മൃതി, തീർച്ചയായിട്ടും പേരാവൂർ മണ്ഡലം ഇനി മുതൽ, അതായത് CPM സംസ്ഥാന ജില്ലാ സെക്രട്ടറി തീരുമാനപ്രകാരം KK ശൈലജ മത്സരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തിയേറിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളൊന്നായിട്ട് പേരാവൂർ മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2011 തൊട്ട് 2021 വരെ സണ്ണി ജോസഫ് വിജയിച്ചു വന്ന മണ്ഡലമാണ് പേരാവൂർ. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ശക്തമായിട്ടുള്ള സ്വാധീനം, ജനകീയത എല്ലാം തന്നെ ഇത്തവണയും അദ്ദേഹത്തെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫ് തന്നെയായിരിക്കും പേരാവൂരിൽ UDF-ന് സ്ഥാനാർത്ഥി. അതേസമയം മറുപുറത്ത് KK ശൈലജ വരുമ്പോൾ CPM-ൽ ഇപ്പോഴുള്ള ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് KK ശൈലജ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അരങ്ങ് ഒരുങ്ങിയ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി ആദ്യമായി വരാൻ പോകുന്നു എന്നതുൾപ്പെടെയുള്ള വിശേഷങ്ങളോടെയാണ് ശൈലജയെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കാൻ ശൈലജ വരും എന്ന ഒരു പ്രചരണം പോലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ആ രീതിയിൽ കരുത്തുറ്റ ജനകീയ മുഖമുള്ള KK ശൈലജ കൂടി പേരാവൂരിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തീപ്പാറുന്ന പോരാട്ടത്തിനാണ് പേരാവൂർ സാക്ഷിയാവുക. ഈ ഘട്ടത്തിൽ ആ മേഖലയുടെ പ്രത്യേകത കൂടി പറയണമല്ലോ. മലയോര ക്രിസ്തീയ കുടിയേറ്റ മേഖല കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതാണ് സണ്ണി ജോസഫിന് എപ്പോഴും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സഭകളുമായുള്ള ബന്ധം മാത്രമല്ല, പ്രാദേശികമായി വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 4 തവണ അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പേരാവൂരിലേക്ക് ശൈലജയെ പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ എന്താണ് ശൈലജയ്ക്ക് അനുകൂലമായ ഘടകങ്ങളായി പാർട്ടി കാണുന്നത് സജീഷ്? ശൈലജയ്ക്ക് അനുകൂല ഘടകങ്ങളായിട്ട് പാർട്ടി കാണുന്നത്, ഒന്ന്, പേരാവൂരിൽ നിന്ന് നേരത്തെ മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ് KK ശൈലജ. പിന്നീട് സണ്ണി ജോസഫിനോട് ശൈലജ പരാജയപ്പെട്ടെങ്കിലും ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് പരാജയപ്പെട്ടത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KK ശൈലജയുടെ ജനകീയത തന്നെയാണ്. ആരോഗ്യമന്ത്രിയായിരിക്കെ നിപ കോവിഡ് ദുരന്തങ്ങളെല്ലാം തന്നെ ഒരു മഹാമാരി പോലെ കേരളത്തെ പിടിമുറുക്കിയപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ ആത്മവിശ്വാസത്തോടെ സംസ്ഥാന ആരോഗ്യ മേഖലയെ നയിച്ചു എന്ന ഖ്യാതി KK ശൈലജയ്ക്കുണ്ട്. ആ അർത്ഥത്തിൽ സ്ത്രീകൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലെല്ലാം തന്നെ ഒരു ഹീറോ പരിവേഷം KK ശൈലജയ്ക്ക് ഉണ്ടുതാനും. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ശൈലജയുടെ പേര് പലരും മുന്നോട്ട് വെക്കുകയും പരിഗണിക്കപ്പെടുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പേരാവൂർ അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര വലിയ UDF കോട്ടയായിട്ട് LDF ഒരുപക്ഷെ കണക്കാക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം KK ശൈലജയെ പോലെ ഒരു കരുത്തുറ്റ മുഖം വന്നു കഴിഞ്ഞാൽ അന്ന്, അതായത് 2006-ൽ മത്സരിക്കുമ്പോഴുള്ള KK ശൈലജയല്ല ഇപ്പോൾ പേരാവൂരിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം അത്രമേൽ ജനകീയതയുള്ള ഒരു വ്യക്തിത്വമായതിൻ്റെ ഉടമയായിട്ട് ശൈലജ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കുകയാണെങ്കിൽ പേരാവൂർ കൂടി തിരിച്ചുപിടിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം CPM-നുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടത് തരംഗമായിരുന്നല്ലോ സജീഷ്. ആ ഇടത് തരംഗത്തിലും ഇളകാത്ത ഇടമാണ് പേരാവൂർ എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ഇടത് തരംഗത്തിൽ പോലും ഉലയാത്ത ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഏതാണ്ട് 4000-ൽ താഴെ മാത്രം ഭൂരിപക്ഷമാണ് സണ്ണി ജോസഫിനുള്ളത്. അതിന് മുൻപ് ഏകദേശം 8000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സണ്ണി ജോസഫിനുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പം ഒരു 10,000-ൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് പേരാവൂരിൽ UDF-ന് പല ഘട്ടങ്ങളിലും കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അത് 3000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സക്കീർ ഹുസൈൻ മത്സരിക്കുമ്പോഴും അതിന് മുമ്പുള്ള ബിനോയ് കുര്യൻ മത്സരിക്കുമ്പോഴെല്ലാം തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ LDF-ന് ആയിട്ടുണ്ട്. അവിടെ പലപ്പോഴും കഴിഞ്ഞ തവണ ഏതാണ്ട് 65,000-ന് അടുപ്പിച്ച വോട്ടുകൾ LDF നേടിയിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പാണെങ്കിലും ഏതാണ്ട് 45-44% വോട്ട് എല്ലാ ഘട്ടങ്ങളിലും LDF സമാഹരിച്ചൊരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ KK ശൈലജ വരുമ്പോൾ അത് ശക്തമായ ഒരു പോരാട്ടമുണ്ടാകും. കാരണം ശക്തയായ സ്ഥാനാർത്ഥിയാണ്, കരുത്തുറ്റ പ്രതിനിധിയാണ്. ആ രീതിയിലുള്ള ഇമേജോടുകൂടി KK ശൈലജ വരുമ്പോൾ വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ പേരാവൂർ കൂടി വരും. ആ കാര്യം ശൈലജയെ കൂടി പാർട്ടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ശൈലജയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ KK ശൈലജ തന്നെ അവിടെ വരും എന്ന് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ സംഘടനാ സംവിധാനമാണ്. കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അവഗണിക്കാൻ ശൈലജയ്ക്കാവില്ല. നേരത്തെ KK ശൈലജയുടെ പേര് പേരാവൂരിലേക്ക് പരിഗണിക്കപ്പെട്ടപ്പോൾ, ആദ്യ സെക്രട്ടറി പരിഗണിക്കപ്പെട്ടപ്പോൾ അതിലൊരു നീരസം ശൈലജയ്ക്കുണ്ടായിരുന്നു. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ പിന്നീട് അത്
അക്കാര്യങ്ങളൊക്കെ ശൈലജ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ശരി. ഒരു നീരസം കെ ശൈലജയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമതും പാർട്ടി ഇത് ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ശൈലജ പിന്മാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ കരുത്തുറ്റ തീപ്പാറുന്ന ഒരു പോരാട്ടത്തിലേക്ക് പേരാവൂർ പോകുമെന്ന് ഉറപ്പാണ്. ശരി.